Nguzo za Motiki. Nguzo za Mpula. പല മെഡിസിൻസ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ചിക്കൻ ദാശി. ഭൂട്ടാനിലെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ പുനാക്കയിലേക്ക് പോവാണ്. ഇപ്പം നിലവിൽ തിമ്പൂലാണുള്ളത്. ഇനി പുനാക്കയിലേക്കാണ് പോകുന്നത്. പുനാക്കയിൽ സോങ് ഉണ്ട്. മെയിനായിട്ട് പുനാക്ക സോങ് കാണാനാണ്. അവിടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ്. ഇവിടുന്ന് ഏകദേശം തിമ്പൂന്ന് ഏകദേശം 3 മണിക്കൂർ ജേണി ഉണ്ട്. ഏകദേശം ഒരു 80 above കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാണ്ട്. നമ്മുടെ കൂടെ നമ്മളെ ഡ്രൈവർ ഉണ്ട്. ഓക്കെ. അല്ല, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? അതെ, നമ്മുടെ ഇന്നലത്തെയും ഇന്നത്തെ സ്റ്റേ ഇവിടെ ആയിരിക്കും. അതിന് അടുത്ത ദിവസം നമ്മൾ പാറോയിലേക്ക്, ഇന്ന് പുനാക്ക കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഇവിടെ തിമ്പു തന്നെ കറങ്ങും. അതിന് ശേഷം നമ്മൾ പാറോയിലേക്ക് പോകും. അപ്പോഴാണ് സ്റ്റേ മാറുന്നത്. ഓക്കെ. ഈ കാണുന്നത് തിമ്പൂലെ ഒരു സ്കൂളാണ്. സ്റ്റുഡൻസ് എല്ലാം ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഓഫീസ്, ടെമ്പിൾ, ഫെസ്റ്റിവൽ ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. ഭൂട്ടാൻ്റെ ട്രഡീഷൻ അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ യൂണിറ്റി നിലനിർത്തുന്നതിനും ഭൂട്ടാൻ്റെ കൾച്ചറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ കൂടെയുള്ള ഗൈഡും ഡ്രൈവറും ധരിച്ചിട്ടുള്ളത് ട്രഡീഷണൽ ഡ്രസ്സാണ്. ആണുങ്ങളുടെ ഡ്രസ്സിനെ ഗോ എന്നും പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെ കിര എന്നുമാണ് പറയുന്നത്. തിമ്പുവിലെ ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഭൂട്ടാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ കാണാവുന്നതാണ്. സുവനീർ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഇവിടം. പാറോയിലെ ക്രാഫ്റ്റ് മാർക്കറ്റായിരിക്കും ഒന്നും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭൂട്ടാനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്ലീൻലിനെസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത സമയത്ത് ഇന്ത്യൻ ടൗണും അതുപോലെ തന്നെ ഭൂട്ടാനിലെ ടൗണും തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഭൂട്ടാൻ്റെ നാഷണൽ സ്റ്റേഡിയമാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ്. ഫുട്ബോൾ മാച്ചുകൾക്കായാണ് പ്രധാനമായും യൂസ് ചെയ്യാറ്. ഭൂട്ടാൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഇവിടെ. തിമ്പൂവിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളും സെലിബ്രേഷനും നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഞങ്ങളുടെ ഗൈഡ് ജോയിൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഗൈഡിനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു. Nguzo za Motiki. Nguzo za Mpula. ഈ കാണുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമകളിലൊന്നാണ്. തിമ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ ദോർദന്മ. നമ്മൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഭൂട്ടാനിലെ ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ്. ഭൂട്ടാൻ ഗവൺമെൻറ് പ്രൈവറ്റ് ഏജൻസികളെയാണ് ഇതിനു വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്.
ഭൂട്ടാനിലെ വളരെ പ്രധാനപ്പെട്ടതും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ദോച്ചില പാസ്. ടൂറിസ്റ്റുകളെ പ്രധാനമായും അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ 108 സ്തൂപങ്ങളും പിന്നെ അതിന് തൊട്ടടുത്തായിട്ടുള്ള ടെമ്പിള്, പിന്നെ ഹിമാലയത്തിൻ്റെ ഒരു പനോരമിക് വ്യൂ ആണ് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നത്. നൂറ്റിയെട്ട് സ്തൂപങ്ങളെയാണ് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ടെമ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ദ്രുക് വംഗ്യൽ യക്ക എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഈ കാണുന്ന വഴി മുകളിലേക്കാണ് പോകേണ്ടത്. ഈ കാണുന്ന മരം നേപ്പാളിലും ഭൂട്ടാനിലും കോമൺ ആണ്. ഇതിൻ്റെ പേര് റോഡോഡെൻഡ്രോ എന്നാണ്. ഇതിൻ്റെ ഫ്ലവർ ശ്രദ്ധിച്ചാൽ കാണാം. ഈ ഫ്ലവർ ഉപയോഗിച്ചിട്ട് പല മെഡിസിൻസ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ജ്യൂസസ് ഉണ്ടാക്കും. അതുപോലെ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ട്രീ ആണിത്. ഓക്കെ, ഇത് ഒരുപാടുണ്ട്. നമുക്കിവിടെ ഹില്ലി ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള റോഡോഡോൺസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവർ തന്നെ പല ഷേപ്പ്, പല കളേഴ്സിലും ഉണ്ടാവും. പല കളറിലുള്ള റോഡോഡോൺസ് ഉണ്ട്. ഇത് ചെറിയ ട്രീ ആണ്, വലിയ ട്രീസ് കാണാൻ പറ്റും. ൽ അസം ഭീകരവാദ ഗ്രൂപ്പുകളെ ഭൂട്ടാൻ്റെ സദേൺ റീജിയനിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഭൂട്ടാൻ്റെ 4ാമത്തെ രാജാവായിരുന്ന ജിഗ്മേ സിംഗ്യെ വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ഓൾ ക്ലിയർ. രാജാവിനും സോൾജിയേഴ്സിനും വേണ്ടി 2004 രാജ്ഞിയായിരുന്ന അഷിതോജി വാമ്മോ വാങ്ചുക് സമർപ്പിച്ചതാണ് ഈ ടെമ്പിൾ. 2004 നിർമ്മാണം ആരംഭിച്ച ഈ ടെമ്പിൾ 2008 പണി പൂർത്തീകരിക്കുന്നത്. ഭൂട്ടാനിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ട്രഡീഷനും മോഡേണും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുമർ ചിത്രങ്ങളിലെല്ലാം ടെലിവിഷൻ, യുദ്ധവിമാനങ്ങൾ, രാജാവ്, സൈനികർ, കമ്പ്യൂട്ടർ, ഭീകരന്മാർ എന്നിവയുടെ ചിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ അകത്തായി റോയൽ ഫാമിലിയുടെ പെയിൻറ്റിങ്സ്, അതുപോലെ ഭൂട്ടാൻ്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും ആദരണീയരായ വ്യക്തികളായ ശ്രീ ബുദ്ധൻ, ഗവാങ് നംഗ്യാൽ, ഗുരു റിംപോച്ചെ എന്നിവരുടെ പ്രതിമകളും ഇവിടെ കാണാവുന്നതാണ്. എല്ലാ വർഷവും ഡിസംബറിൽ ദ്രുക് വംഗ്യൽ ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുണ്ട്. നടന്ന സൈനിക നടപടിയിൽ ജീവൻ നഷ്ടപ്പെട്ട സോൾജിയേഴ്സിന് വേണ്ടി രാജ്ഞിയായ അഷിതോജി വാമ്മോ വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സ്തൂപങ്ങൾ. ഓപ്പറേഷൻ ഓൾ ക്ലിയറിൻ്റെ വിജയത്തിൻ്റെ സൂചകമായി വിക്ടറി സ്തൂപ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. സ്തൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ബുദ്ധമത വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് 108. അതിവിടെ മരണപ്പെട്ട സോൾജിയേഴ്സിൻ്റെ എണ്ണവുമായി ബന്ധമില്ല. മൂന്ന് നിലകളിലായിട്ടാണ് ഈ സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യ നിലയിൽ 45 എണ്ണവും, 2ാം നിലയിൽ 36, അതുപോലെ 3ാം നിലയിൽ 27 സ്തൂപങ്ങളാണ് ഉള്ളത്. ബുദ്ധമത വിശ്വാസികളും യാത്രക്കാരും ആദരസൂചകമായി ഈ ചോട്ടനെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. സീ ലെവലിൽ നിന്നും 3100 മീറ്റർ ഉയരത്തിലാണ് ദോച്ചില പാസ് സ്ഥിതി ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഭൂട്ടാനിലെ മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് എല്ലായ്പ്പോഴും ഇവിടെ തണുത്ത കാലാവസ്ഥയായിരിക്കും. ഹിമാലയൻ മലനിരകളുടെ മനോഹരമായൊരു പനോരമിക് വ്യൂ ഇവിടെ നിന്നും കാണാവുന്നതാണ്. ഈ കാലാവസ്ഥ മൂലം ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ലോകത്തിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് കൺട്രിയാണ് ഭൂട്ടാൻ. അതായത് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. വിശാലമായ വനങ്ങളും സുസ്ഥിരമായ ഡെവലപ്മെൻറ്റുമാണ് ഇത് സാധ്യമാക്കി കൊടുത്തത്. ഭൂട്ടാൻ്റെ ഭരണഘടനയിൽ പറയുന്നത് രാജ്യത്തിൻ്റെ ഭൂമിയുടെ 60% വനമായി നിലനിർത്തണം എന്നാണ്. ഭൂട്ടാനിൽ ഒരു സിറ്റിയിൽ നിന്നും അടുത്ത സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. പല മലകളുടെയും ചെരുവുകളിലൂടെ ഒരുപാട് ഫോറസ്റ്റുകളിലൂടെ സഞ്ചരിച്ച് വേണം അടുത്ത സിറ്റിയിലേക്ക് എത്താൻ. ഹലോ, പിന്നെ നമ്മൾ ഇപ്പോൾ പുനാക്കയിലാണുള്ളത്. പുനാക്കയിൽ എത്തിയിട്ടുള്ളൂ. ഇനി സോങ്ങിലേക്ക് പോകാൻ നിൽക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മളെ ലഞ്ചാണ് ഇത്. റെഡ് റൈസ് അല്ലേ? റെഡ് റൈസ് ആണ് ഇത്. ഞങ്ങൾ 2 പോർഷനാണ് വാങ്ങിച്ചത്. എനിക്കൊരു പോർഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീര റൈസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചിക്കൻ ദാഷി എന്ന് പറയും, ചിക്കൻ ദാഷി. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് ചിക്കൻ ദാഷി. ചീസ് ഉണ്ട്, അതേപോലെ ചില്ലി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കുറുമ പോലത്തെ അങ്ങനത്തെ ഒരു ഐറ്റാണ്. പിന്നെ പിക്കിളാണ്. പിന്നെ നമ്മളൊരു ബീഫിൻ്റെ ഐറ്റം കൂടെ പറഞ്ഞിട്ട് അത് കൊണ്ടവയാണ്. ഓക്കെ, കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ചിക്കൻ ദാഷി. പിന്നെ ഇതെങ്ങനെയാ വെച്ചാല് ഒരു പുളിപ്പൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ പുളിപ്പൊക്കെ ഉള്ളൊരു ടൈപ്പ് അല്ലേ? ഒരു തൈര് ഒഴിച്ച പോലുള്ള ചീസൊക്കെ കേട്ടോ. നല്ല എരുണ്ട്. നല്ല എരുണ്ട്, അത്യാവശ്യം ചീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടാ നമുക്ക് എരിയുള്ള മരം തോന്നുന്നു, പക്ഷെ നല്ല എരുണ്ട്. ചീസാണ് മെയിൻ ആയിട്ട് ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ചീസിന്റെ കുറെ ചീസ് ഉണ്ട്. പിന്നെ പച്ചമുളക്, തക്കാളി, എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. നല്ല എരിവുണ്ട്, അത്യാവശ്യം ഒരു പുളി ടേസ്റ്റ് ആണ്. നമ്മള് വേറെ ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫ് എന്താണ്? ബീഫ് പായ അല്ലേ? ബീഫ് പാ എന്താണ് ഐറ്റം? എങ്ങനെയുണ്ട്? കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ നാട്ടില് സൂത പൊരിച്ച് വെച്ച പോലെ ഉണ്ട്. ടേസ്റ്റ് നോക്ക്. സോഫ്റ്റാ? ഓക്കെ. പിന്നെ അതിന്റെ കൂടെ എന്താ? പയറാണ്? പയറാണോ ബീൻസ് ആണോ? പയറോ ബീൻസ്? എന്താണ്? ബീൻസ് അല്ല, പയറ്. റബ്ബർ പോലത്തെ പടത്തില് ഓക്കെ. കൂടി വന്നിട്ടുണ്ട് ബീൻസ് ദാക്ഷി. ഓക്കെ, നമ്മള് ബീൻസും പിന്നെ മുളക്, പിന്നെ തൈര് പോലത്തെ എന്തോ അല്ലേ? ബട്ടറാണോ? തൈര് പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ബീൻസ് കറിന്റെ പോലെ തന്നെ.
എന്താ പറയുന്നത്? ഭൂട്ടാനിലെ പുരാതനമായതും രണ്ടാമത് വലുതുമായ സോങ്ങാണ് പുനാക്ക സോങ്. ഭൂട്ടാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളെയാണ് സോങ് എന്ന് വിളിക്കുന്നത്. 1637 ഭൂട്ടാൻ്റെ ഫൗണ്ടറായിട്ടുള്ള നവാം നങ്ങലിൻ്റെ നേതൃത്വത്തിലാണ് പുനാക്ക സോങ് നിർമ്മിച്ചിട്ടുള്ളത്. പുനാക്ക ഡിസ്ട്രിക്റ്റിലെ മോച്ചു, പോച്ചു എന്നീ നദികളുടെ സംഗമ സ്ഥലത്താണ് ഈ സോങ് സ്ഥിതി ചെയ്യുന്നത്. രാജകീയ പ്രൗഢിയുള്ളതും അതുപോലെ റിവറിൻ്റെ തീരത്തുള്ളതുമായതുകൊണ്ട് തന്നെ ഭൂട്ടാനിലെ ഏറ്റവും മനോഹരമായ സോങ്ങാണിത്. മനോഹരമായിട്ടുള്ള ഈ കവേർഡ് ബ്രിഡ്ജ് കടന്നു വേണം സോങ്ങിലേക്ക് പ്രവേശിക്കാൻ. ഭൂട്ടാൻ്റെ പണ്ടത്തെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഇത്. ഭൂട്ടാനിലെ എല്ലാ രാജാക്കന്മാരുടെയും കിരീടധാരണം നടന്നത് ഇവിടെ വെച്ചാണ്. പുനാക്ക ഡിസ്ട്രിക്റ്റിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടം. സോങ്ങിനകത്ത് കയറാൻ വേണ്ടി ഒരാൾക്ക് 500 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. സോങ്ങിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൂടാതെ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഒരുപാട് മോങ്സ് അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബോധി വൃക്ഷവും കാണാവുന്നതാണ്. പുനാക്ക സോങ് കണ്ടു. അതിനുശേഷം നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. ഒരു അടിപൊളി നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. സോങ്ങിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് കറങ്ങി വരാനുള്ള ദൂരമുള്ളൂ. നടക്കാനുള്ള ദൂരമുള്ളൂ. അതെ. വേണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. പിന്നെ അതൊരു നല്ല ക്ലൈമറ്റാണ്. ഇന്നലൊക്കെ ചെറുതായിട്ട് പൊടിമഴ ഉണ്ടായിരുന്നു. നല്ല വെയിലാണ്, നല്ല ഫോട്ടോജനിക്കാണ്, നല്ല ഫോട്ടോസ് നല്ല ക്ലിയർ. മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ബ്ലൂ സ്കൈ ആണ്. എപ്പോഴും ബ്ലൂ സ്കൈ ആണ്. നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. എങ്ങനെ ഫോട്ടോ ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും സ്കൈ ഒരു രക്ഷ ഉണ്ടാവില്ല. അതുപോലെയാണ് ഭൂട്ടാനിൽ. അത് ഇവിടുത്തെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആണ്, കാർബൺ ഫ്രീ ആണ്. അതെ, പൊല്യൂഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര വൃത്തിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പൂച്ചു റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഒരേ സമയം 100 പേർക്ക് മാത്രമേ ഈ ബ്രിഡ്ജിൽ കയറാനുള്ള പെർമിഷനുള്ളൂ. പുനാക്കയിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. ടിബറ്റൻ ഫ്ലാഗുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. ഫോട്ടോ എടുക്കുന്നതിനും മറ്റും ഒരുപാട് പേർ ഒരേ സമയം കയറുന്നത് കൊണ്ട് തന്നെ ഷേക്കിങ് കുറയ്ക്കുന്നതിന് വേണ്ടി സൈഡിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട്. കയാക്കിംഗ്, റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യാവുന്നതാണ്. 180 മീറ്റർ നീളമാണ് ഈ ബ്രിഡ്ജിനുള്ളത്. ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണിത്. പാലം കടന്നു കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റുകളും മറ്റും കാണാവുന്നതാണ്. തിമ്പുവിലേക്ക് തിരിച്ചു വരുന്ന വഴി ദോച്ചില പാസിൽ കണ്ട മനോഹരമായ കാഴ്ചയാണിത്.